മാനുഷികത മുഴുവനും മരുഭൂമിയിൽ കുഴിച്ചുമൂടിയ കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പ്രണമിച്ചു നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ ചോര തുടിക്കുന്ന കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ, തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലും കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്ന തന്റെ സ്വന്തം പിതാവാണെങ്കിൽ അന്ന് ഒരു ദിവസം വാളിൽ ചോരമണക്കാതെ ഉറയിലിടാനുള്ള വൈമനസ്യം കൊണ്ട് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാൾ തലപ്പ് കുത്തിക്കയറ്റിയെന്ന് കൈബാലയത്തിന്റെ മത്താഫിലെ ചാരിയിരുന്നു കൊണ്ട് വീരവാദം പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പിടിച്ച മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മഹനീയമായ ഭാവങ്ങൾ മുഴുവനും വറ്റിപ്പോയ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ആകുലനായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു 40 വയസ്സുകാരന്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആദ്യമായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പ്രപഞ്ച സിട്ടാവിന്റെ വഹിയുമായി കടന്നു വന്ന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കടന്നു വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ എന്ന വായനയുടെ പുനർവായനയുടെ സത്യസാക്ഷ്യവുമായി ആ നൂറ്റാണ്ടിലേക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിറാ ഗുഹയുടെ വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയിൽ തനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഖ്റ എന്ന ആദ്യത്തെ പ്രഥമ പഞ്ചസൂക്തങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലോട്ട് കടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെ കുറിച്ചായിരുന്നില്ല, ഭീതിപ്പെടുത്തുന്ന നരകത്തെ കുറിച്ചായിരുന്നില്ല, നാളെ പാരവശ്യതയോടെ പരക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീന്തിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല, ഏറ്റവും വലിയ നീതി തുലാസിനെ കുറിച്ചായിരുന്നില്ല. തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത്, പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പെണ്ണിനെ ജീവനോട് കുടിച്ചു മൂടണമെന്നല്ല പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം എത്തിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്ലീലമേതാണ് അശ്ലീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത്, ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ സൂര്യനെ സൃഷ്ടിച്ച, ഈ താരാപഥങ്ങളെ, ഈ നബൂലകളെ, ഈ ഗാലക്സികളെ, ഈ ഉൽക്കകളെ, ഈ തരംതല്ലി നടക്കുന്ന തിരമാലകളെ, ആ തിരമാലകളുടെ ഉള്ളിലൂടെ പഠിച്ചു നീന്തി പോകുന്ന മണൽ മത്സ്യങ്ങളെ എല്ലാത്തിനെയും, ഈ സസ്യലതാദികളെ, ഈ വൃക്ഷതരുലതാദികളെ മുഴുവനെ പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായ ഒരു പടച്ചതമ്പുരാനുണ്ടെന്ന് എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ പർവ്വതങ്ങളും ഈ ഗ്രഹങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവ്വതരാതരങ്ങളും ആ തരാതരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഓമാ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബുദ്ധാവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ, എല്ലാവരും അറിയേണ്ട സത്യമേതാണ്. ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വധരാധരങ്ങളും അതിനെയൊന്നല്ല ഇത് ഒരു കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല, അതൊരൊറ്റ ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല, ഈ സൂര്യനോട് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലുണ്ടായതല്ല, ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുതിച്ചതല്ല, ഈ ചന്ദ്രൻ രാത്രി പോയപ്പോ ആരും അറിയാതെ വന്നതല്ല. ഇതിന്റെ എല്ലാ പുറകിലൊരു സിട്ടാവുണ്ട്. ആ സിട്ടാവാണ്
റദിനാ അൻ നത്തഖിദ ലഹു ലത്തഖിദ്നാഹു മിൻ ലദുന്നാ. ഒരു കളിതമാശയായി സൃഷ്ടിക്കണമെങ്കിൽ എന്റെ കളിയാത്തരങ്ങാണ്. എല്ലാം ഞാനാണ് പടച്ചത്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം എന്റെ കീഴിലാണ്. ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ വന്നു പോയതും എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ഇതെല്ലാം എന്റേതാണ്, എന്റേതാണ്. ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. അവനാണ് അവനാണ് ഖുൽഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്, അവൻ ജാതനല്ല, അവൻ ഭൂജാതനല്ല, അവൻ സമാനനല്ല, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയനല്ല. അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവരെ, നാസ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവനെ, സൂര്യനായുസ് നിശ്ചയിച്ചവനെ, 500 കോടി വർഷം മാത്രമേ, 500 വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ല ഇല്ല. വശംസു തജ്രി ലിമുസ്തഖരില്ല. ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അത് രാവിലെ നാളെ അരുണോദയത്തിന്റെ പുണ്യപ്രഭാതമായി നാളെ ഉദിക്കുന്നുണ്ട്. ആർക്കും അതിന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത്? അബൂബക്കറിനോട്, ഉത്ബത്തിനോട്, ശൈബത്തിനോട്. ഭ്രമണപഥത്തെ കുറിച്ച് ഈ സൂര്യനോട് ഭ്രമണപഥമുണ്ടെന്ന് ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 years ago 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത്? ഏറ്റവും വലിയ അത്ഭുതം അബൂജഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല. 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം. ആദ്യം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ്. കാരണം നമ്മൾ ഈ കയറി ഉണ്ടംപൊരി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിള് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? ഹാഫിള് എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം കൊണ്ട് ആഫിളായത്? 2.5 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മോനെ വർക്കലയിൽ സാമാന്യ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10,000ങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത, അമ്മയെ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന്യം സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി വഹൽ ബിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല. ബൈബിൾ മുഴുവനെ കാണാതെ പഠിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല. പോപ്പിന് പോലും, വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ട് അറിയില്ല. ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. ഖുർആൻ ഒരു അമാനുഷികമാണ്. എന്തുകൊണ്ട്? എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലെ, അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കയറിയിട്ടില്ല. ആയത്തിറങ്ങി വശംസ് തജ്രീരി മുസ്തഖരില്ല. ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അബൂജഹലിന് ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ. എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല. സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ദേടനയുടെ സീരിയൽ മാതിരി പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിൽ വരില്ല. പച്ചപ്പൊട്ടികൾ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്ന് ഈ കേട്ടത് എന്നെ കേട്ട് ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറണം. ഞാൻ അതാ പറയുക. യഥാർത്ഥത്തിൽ ഖുർആനോ
നിങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആാനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നൊരു ഗ്രന്ഥമല്ലതാണ്. ഖുർആാനിലെ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഖുർആാനിലുണ്ട്. 1000-ലധികം ആളുകൾ ശറഇന്റെ ഫിഖ്ഹിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ. ഇത് എന്തിട്ട് മനുഷ്യന്മാരായത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 2 മണിക്കൂർ കൊണ്ട് ഖുർആനിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ല വാദം പറഞ്ഞ് അവസാനം 10 സലാത്ത് ഒരു ദുആ നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഈ നാടിന്റെ ആഘോഷമാണ്. ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഇവരാണോ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ 10,000-കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത്. ഈ രാത്രി വെറും രാത്രിയല്ല. LLB കോളേജിൽ ബിരുദമെടുത്തവനെ നോക്കി മലക്കുകൾ ചിരിക്കില്ല. പക്ഷേ 12 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും. കാരണം എന്താ? വിഷയം വിട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത്. ശാസ്ത്രം പറയല് ഖുർആന്റെ ലക്ഷ്യമേല. നമ്മളെല്ലാരും പറഞ്ഞെന്താ? ഖുർആൻ ശാസ്ത്രമാണ്. നമുക്കെന്നാ ശാസ്ത്രം വിട്ട് അറിയത്തില്ലതാനും. എന്നാൽ ഖുർആന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല. എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർആനിൽ ഒരു ശൈലി കാണാം, ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും. ഇത് ഖുർആന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ഇതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരായത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും.